ബടായി ബിജി ഇന്ന് നമുക്ക് ഇല്ല അറിയാം. ഞാൻ നാണ് പറയുന്നത് എൻ്റെ ദിവസമായിട്ടാ. ഞാനങ്ങനെ പുറത്തൊന്നും പോകാറില്ല. ഇനി എന്നും ഡീസൻ്റ് ആവും. നിങ്ങളിപ്പോൾ ഡീസൻ്റ് ആക്കപ്പോൾ ഞാൻ ഡീസൻ്റ് ആവും. ഞാൻ ഡീസൻ്റ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചു. ഓക്കെ, എങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് അർത്ഥമുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മുന്നേ വാട്സപ്പിൽ കാര്യം പറഞ്ഞല്ലോ, അത് നോക്ക്. എന്നാൽ നിങ്ങൾ പറഞ്ഞതിന് കുറച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പം എന്നെ നന്നാക്കാൻ വന്നിട്ട് ഞാൻ നന്നാവും. അമ്മച്ചി എനിക്കും കല്യാണം കഴിയണം. ബിജി ഞാനും വരുന്നു നാട്ടിൽ. അതിനെന്താ പോരെ? ആരും ഉറങ്ങിയില്ലേ? ബിജി ഞാനും വരുന്നു. മക്കളെ കാണിക്കാം, അവർ ഉറങ്ങുക. ഒരാൾ പാല് കുടിക്കുന്നു. ബിജി കാറ് വാങ്ങിയോ? സൈക്കിൾ മേടിച്ചു. അന്നും ഇന്നും എന്നും ഒരേ ഒരു രാജകുമാരി. അന്നും ഇന്നും എന്നും ഒരേ ഒരു രാജകുമാരി എൻ്റെ മനസ്സിലുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. ഓക്കെ, അമ്മച്ചി ഫുൾ സപ്പോർട്ട്. അമ്മച്ചി അതിന് ഫുൾ സപ്പോർട്ടാണ്. അമ്മച്ചോട് നമ്മുടെ സ്ഥലം പറയൂ. നാട്ടിൽ കൽബെ, അതാണ് ബിജി. റെഡ്, അത് തന്നെ. റെഡ് ഉദ്ദേശിച്ചത് റെഡിന്റെ വൈഫിനെയാണ്. അറിയില്ല. യെസ്, അത് ബിജി ചേച്ചിയാണോ? നോ. സാധനം ഏതാ കൊണ്ടുപോയത് നാട്ടിലേക്ക്? ഞാൻ മറ്റേ ഫിർനോഫ് സാധനം കൊണ്ടുപോയോ? അതിന് ടേസ്റ്റ് ആണ്. ഫിർനോഫിന്റെ കയ്പ ഫിറ്റ് ആവുന്നുണ്ടോ? 40 ആൽക്കഹോൾ ഉണ്ട്. അതിനെന്താ പുളിപ്പുണ്ട്? അതോ മധുരാണോ? മധുരത്തിന് പച്ചവെള്ളം വെച്ചാ അതിൽ സോഡ വെച്ച് കുടിക്കും. അപ്പൊ സപ്പോർട്ട് ചെയ്യും ചേട്ടാ. ചിക്കന് കിട്ടി കൊടുത്താൽ മതി. പൈസ കൂട്ടിവെക്കും. നാട്ടിലെ ബിജി സുഖാണോ? എത്ര കൊടുത്തു അമ്മച്ചിക്ക്? എന്താ ചിരി? പാവം അമ്മച്ചി ഈ അഡിക്റ്റാക്കി. അല്ലടാ, ഞാൻ ഇനി പോകുമ്പോൾ അതെങ്ങനെ കുടിക്കാനാ? അല്ല ബിജി ഫാൻസേ, അത് ഞാൻ വിട്ടു. കാരണം അങ്ങേരുടെ മനസ്സിൽ അങ്ങേരുടെ വൈഫും മക്കളാണ്. ഓക്കെ ഓക്കെ. പിൻ ചെയ്യാൻ എന്തോ മെസ്സേജ് കേട്ടോ. പുള്ളി പിൻ ചെയ്യാൻ. എന്നെ ഭരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നോക്കണം. എങ്കിലും ഓക്കെ, പറഞ്ഞ ഞാൻ കേൾക്കും. അല്ലാത്ത പക്ഷെ ആരും പറഞ്ഞ് ഞാൻ കേൾക്കില്ല. ഓക്കെ. ഈ ഹാപ്പി SS ആരെ അവിടെയും എനിക്ക് വയ്യ. അമ്മച്ച അടിച്ച് വിറ്റാണല്ലേ? നാട്ടിലാണോ? ബിജി ഒരു പാട്ട് പാടുവോ പ്ലീസ്? നോ സോറി. നല്ല നെയ്റ്റിയില്ലേ? പക്ഷെ ഇത് ഇങ്ങനത്തെ നെയ്റ്റ് ആയതുകൊണ്ടോ? തുണി എടുത്തേക്കണേ എനിക്കിഷ്ടം. നാളെ നാളെ എനിക്ക് 2-3 ബ്രേസർ മേടിക്കണം. പിന്നെ എനിക്ക് 2-3 നെയ്റ്റി തുണി മേടിക്കണം. ആ ചേച്ചിയോട് തയ്ക്കേണ്ട. ആ ചേച്ചിക്ക് ഇടാറ് കാലത്ത് മലന്ന് പോവുക. ഞാൻ പെരുമ്പാവൂർ എനിക്ക് മറ്റന്നാൾ കൊണ്ടുപോകണം. എനിക്ക് 2-3 എനിക്ക് നെയ്റ്റ് മേടിക്കണം കേട്ടോ. അന്നും ഇന്നും എന്നും ഒരേ ഒരു രാജകുമാരി എൻ്റെ മനസ്സിലും. അത് നിങ്ങളുടെ വൈഫല്ലേ? അറിയാം. നിങ്ങളിവിടെ കൊട്ടിഘോഷിക്കണ്ട. നിങ്ങളിവിടെ വാട്സപ്പിൽ പറഞ്ഞല്ലോ വൈഫാണ് എനിക്ക് വീടുന്നു. എന്തിട്ടാ?